ഒരുപാട് പേരുടെ സംശയമാണ് മന്ത്രദീക്ഷ തരുന്ന സമയം എന്തൊക്കെ വിഷയങ്ങളാണ് അറിയേണ്ടത്, അല്ലെങ്കിൽ നാം ചോദിച്ചു മനസ്സിലാക്കേണ്ടത്. എല്ലാവർക്കും പാർത്ഥസാരഥിയത്തിലേക്ക് സ്വാഗതം. മന്ത്രദീക്ഷയും അറിയേണ്ട വിഷയങ്ങളും. നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കുക, നിങ്ങൾ ഏതു മന്ത്രം സ്വീകരിച്ചാലും ആ മന്ത്രം ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കേണ്ടത് നിങ്ങളാണ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആരുടെ അടുത്തു നിന്നായാലും തരുന്ന മന്ത്രം ഏതാണെന്നും അതിൻ്റെ ഗുണദോഷം എന്തെന്നും അറിയുവാൻ ശ്രമിക്കുക. ഒരു ഗുരുനാഥനും നമ്മൾ ഓടിച്ചെന്ന് ചോദിച്ചാൽ ഒരു മന്ത്രവും കൊടുക്കാറില്ല. അങ്ങനെ തരട്ടെ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ വേണ്ട എന്ന് ധൈര്യപൂർവ്വം പറയുവാനും ശ്രമിക്കണം. കാരണം മന്ത്രമല്ല പ്രധാനം, അതിലൂടെ എത്തപ്പെടുന്ന ദേവതാതലമാണ്. ചിലർക്ക് ചില മന്ത്രോപദേശം ലഭിക്കാറുണ്ട്. അത് പാരസ്പര്യം പൂർവജന്മാർജിതമായി ഉള്ളവരാകും. ആ ദീക്ഷ വ്യത്യസ്തമായിരിക്കുകയും ചെയ്യും. ഇപ്പോൾ തനിക്ക് ശ്മശാനകാളി ഉപാസനയുള്ളതുകൊണ്ട് എല്ലാവർക്കും ആ കാളി മന്ത്രം ഉപദേശമായി കൊടുക്കുക എന്ന ശൈലി മന്ത്രോപദേശത്തിലില്ല. കാരണം ഓരോ വ്യക്തികളും വേറെ വേറെയാണ്, ഓരോരുത്തരുടെ ധർമ്മവും വേറെയാണ്. അതുകൊണ്ട് ആ ഒരു മന്ത്രം ആ വ്യക്തിക്ക് ഗുണകരമാണെങ്കിൽ മാത്രമേ ആ ദേവതയെ ഗുരുനാഥൻ കൊടുക്കൂ. അധ്യാപനം ചെയ്യുന്ന വ്യക്തിക്ക് യുദ്ധമെന്ന കർമ്മത്തിൻ്റെ ദേവത ആവശ്യം എന്തിന് എന്നതുപോലെ തന്നെയാണ് മന്ത്രോപാസനയിലെ ആ വൈവിധ്യവും. അതുകൊണ്ട് മന്ത്രങ്ങൾ യുക്തിപൂർവം തന്നെ സ്വീകരിക്കുക. ഇനി അതേപോലെ നമ്മൾക്ക് തരുന്ന മന്ത്രത്തിൻ്റെ ദേവതകളെ മനസ്സിലാക്കി മാത്രം ആ മന്ത്രം സ്വീകരിക്കുക. സംശയം ചോദിക്കുമ്പോൾ വേദാന്ത രീതിയാ തത്വം പറയാൻ ശ്രമിച്ചാൽ അതല്ല യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കുക. അതാത് മന്ത്രത്തിൻ്റെ ദേവതകളെക്കുറിച്ചുള്ള വ്യക്തമായ വിവരണം ഗുരുനാഥന്മാർ നമ്മൾക്ക് പറഞ്ഞു തരും. അപ്പോൾ കറക്റ്റായ ഒരു ഗുരുവിനെ കണ്ടെത്തുക. മന്ത്രോപാസന എന്നത് ആദിദൈവീകമാണ്. അത് യോഗത്തിലെ കുണ്ടലിനിയാണ് എന്നും ഷഡ്ചക്രം മൂലാധാരം എന്നെല്ലാം പറഞ്ഞാലും തിരിച്ചു ചോദിക്കുക, ദേവതയുടെ സ്വരൂപം ശരീരത്തിൽ എന്താണ്? ഉദാഹരണത്തിന് ധൂമാവതി. എന്തുകൊണ്ട് ദേവിക്ക് അങ്ങനെയൊരു രൂപം? ദേവി ശരീരത്തിലാണെങ്കിൽ ശരീരത്തിൽ ആ ദേവതയുടെ സ്ഥാനം എന്താണ്? അതിൻ്റെ ശരീരത്തിലെ കർമ്മം, ആ ദേവതയുടെ ആയുധം ശരീരത്തിൽ എങ്ങനെയാണ് യോജിപ്പിക്കേണ്ടത്? എന്തുകൊണ്ട് ഈ ദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്നു? ഇനി ആ ദ്രവ്യം മാറിയാൽ എന്താണ് സംഭവിക്കുക? ഓരോ മന്ത്രത്തിനും അത്തരത്തിൽ വിഷയങ്ങളുണ്ട്. അത് പറഞ്ഞു തന്നതിൻ്റെ ഗുണദോഷം മനസ്സിലാക്കി തരുകയാണെങ്കിൽ ആ ഗുരുനാഥനിൽ നിന്നു മാത്രം മന്ത്രം സ്വീകരിക്കാം. മന്ത്രം സ്വീകരിക്കുമ്പോഴോ അപ്പോൾ തന്നെ ന്യാസം, കവചം, ഛന്ദസ് എന്നിവ ചോദിച്ച് മന്ത്രം ജപിക്കുവാൻ ശ്രദ്ധിക്കുക. ഛന്ദസ് മനസ്സിലാക്കുവാൻ മന്ത്രം ഗുരുനാഥൻ ഉച്ചരിക്കുന്നത് കേട്ടു തന്നെ ഉച്ചരിച്ച് പഠിക്കുക. ഇനി മന്ത്രോച്ചാരണത്തിന് മുൻപ് തന്നെ മാതൃകാവർണ്ണങ്ങളെ കൊണ്ടുള്ള അനുലോമ വിലോമക്രമത്തോടു കൂടിയ ജപഗണന പഠിക്കുക. കാരണം ഉച്ചാരണത്തിന് മന്ത്രോപാസനയിൽ പ്രധാനമായ സ്ഥാനമുണ്ട്. അതുകൊണ്ട് 50 വർണ്ണങ്ങളെ വേണ്ട വിധത്തിൽ ഉറപ്പിച്ചതിനു ശേഷം മാത്രം മന്ത്രോച്ചാരണങ്ങളെ പ്രയോഗിച്ച് ശീലിക്കുക എന്ന് പറയുന്നു. ഇനി മന്ത്രം ചൊല്ലുന്ന രീതി. മന്ത്രം വളരെ പതിയെ ചൊല്ലുന്നത് വ്യാധിക്കും, അതിവേഗത്തിൽ ചൊല്ലുന്നത് തപസ്സിൻ്റെ ക്ഷയത്തിനും കാരണമാകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അക്ഷരങ്ങളുടെ ഗതിവേഗത്തെ കൃത്യമായി നമ്മുടെ ആ ഗുരുനാഥനിൽ നിന്നും കേട്ട് മനസ്സിലാക്കുക. മാലകളെ കൊണ്ട് ജപിക്കുവാൻ പറഞ്ഞാൽ അതിൻ്റെ ആ സിദ്ധസാധ്യം, അതായത് മണികളുടെ എണ്ണം, ഫലഭാഗത്തെ നിയന്ത്രിക്കുന്നതിൻ്റെ രീതി മനസ്സിലാക്കുക. ഏതു ദേവതയാണോ, ഏത് ദേവതയുടെ മന്ത്രമാണോ ആ മന്ത്രത്തിൻ്റെ ഉപദേശം അനുസരിച്ച് ജപമാല ഉപയോഗിക്കുക. മന്ത്രാർത്ഥജ്ഞാനവും മുദ്രയും ഇല്ലാതെ കോടിക്കോടി ജപം ചെയ്താലും ഗുണമുണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രത്തിൻ്റെ സ്വരൂപത്തെയും ആ അർത്ഥതലത്തെയും നമ്മുടെ ഗുരുനാഥനിൽ നിന്ന് വേണ്ടും വണ്ണം ചോദിച്ച് മനസ്സിലാക്കുവാൻ ശ്രദ്ധിക്കുക. ഇനി ഒരിക്കൽ നമ്മുടെ ഗുരു പറഞ്ഞിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും പിന്നീട് ചോദിക്കുക. ഉറപ്പായും ഗുരു പറഞ്ഞു തരും. ഇനി നിങ്ങൾക്ക് ലഭിച്ച മന്ത്രങ്ങളിലെ അക്ഷരം എന്തുകൊണ്ടാണ് ആ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത്? അതിൻ്റെ മാനദണ്ഡം എന്താണ്? ഇനി ഒരു ഉദാഹരണത്തിന് ചണ്ഡികയെ എടുത്താൽ ഐം ഹ്രീം ക്ലീം
എന്നീ രീതിയിൽ മന്ത്രത്തിൻ്റെ അക്ഷരം എങ്ങനെയാണ് വന്നത്, എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് ആ അക്ഷരം, അതും ശരീരവുമായി എന്തു ബന്ധമാണുള്ളത് എന്നിവ ചോദിച്ചു മനസ്സിലാക്കുക. മന്ത്രത്തിൻ്റെ ആ സുപ്താവസ്ഥയെയും ആ ജാഗ്രതാവസ്ഥയെയും അറിഞ്ഞ് ജപിക്കുക. അതായത് നാസികയുടെ ഏതു ഭാഗത്തിലൂടെയാണ് പ്രാണൻ ഗമിക്കുന്നത് എന്ന് അറിഞ്ഞ് ജപം ചെയ്യുക. മന്ത്രസാധന പുരസ്ചരണ സമയത്തെ ഭക്ഷണം എന്തൊക്കെയാണെന്നും ഇനി മന്ത്രത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി, സംഹാര കാലങ്ങളെയും മനസ്സിലാക്കി മാത്രം ജപിക്കാൻ തുടങ്ങുക. സിദ്ധാതി ചക്രത്തിൻ്റെ പ്രയോഗം നോക്കി മാത്രം മന്ത്രങ്ങളെ സ്വീകരിക്കുക. അതായത് മന്ത്രത്തെ സ്വീകരിക്കുമ്പോൾ നക്ഷത്രചക്രം, രാശിചക്രം, കുലാകുലചക്രം, ഗ്രണിധനി ചക്രം ഇവയെ നോക്കി മന്ത്രത്തിൻ്റെ ആ സിദ്ധം, സാധ്യം, സുസിദ്ധം, അരി എന്നിവ നോക്കി മാത്രം മന്ത്രം സ്വീകരിക്കുക എന്നാണ് പറയുന്നത്. കാരണം മന്ത്രം സിദ്ധാരിയാണെങ്കിൽ ജപിക്കുന്നത് കൊണ്ട് ബന്ധുനാശവും, സാധ്യാരി മന്ത്രമാണെങ്കിൽ വംശനാശവും, സുസിദ്ധാരി മന്ത്രമാണെങ്കിൽ തൻ്റെ വംശത്തെയും, ഇനി അരിരിപു മന്ത്രമാണെങ്കിൽ സ്വയം മന്ത്രം സാധകനെയും നശിപ്പിക്കുമെന്നാണ് നിയമം. അതായത് അരിമന്ത്ര സ്വരൂപം വന്നാൽ മന്ത്രം സാധകൻ്റെ ഘാതകനായി മാറും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിനോടൊപ്പം തന്നെ അറിയേണ്ട ഒന്നാണ് മന്ത്രോപദേശം കൊടുക്കുന്നതായ ഗുരുനാഥനും അദ്ദേഹത്തിൻ്റെ കുലവും. ആ പരമ്പരയും തന്നെ യോഗ്യമല്ലാത്ത രീതിയിൽ മന്ത്രോപദേശം കൊണ്ട് കാലക്രമേണ നാശത്തെ പ്രാപിക്കും. നിയമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ വിധാനം അങ്ങനെയല്ല, അത് നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ യുക്തിപൂർവം ചിന്തിച്ച് തീരുമാനിക്കുക എന്ന് മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇനി മറ്റൊരു കാര്യം, ശ്രീവിദ്യാ ദീക്ഷയുണ്ട്, വാരാഹി ദീക്ഷയുണ്ട്, ശാംഭവി ദീക്ഷയുണ്ട് എന്നെല്ലാം പറഞ്ഞ് ആരുടെ അടുത്തു നിന്നെങ്കിലും ദീക്ഷാമന്ത്രം ഓൺലൈനിലൂടെ സ്വീകരിക്കാതെ ഇരിക്കാൻ ശ്രമിക്കുക. കാരണം ഇങ്ങനെ ജപിക്കുമ്പോൾ വരുന്ന അപകടം ചെറുതാകില്ല. ഇത് നമ്മൾ പറയുന്ന വാക്കുകളല്ല, തന്ത്രത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളായി ആചാര്യന്മാർ തന്നെ, നമ്മുടെ ബഹുമാനിക്കപ്പെടേണ്ട ആചാര്യന്മാർ തന്നെ പറയുന്നതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളെ കൂടി മന്ത്രോപദേശം സ്വീകരിക്കുമ്പോഴും കൊടുക്കുമ്പോഴും എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ശ്രീ ഗുരുഭ്യോ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം.